ഹലോ മൈ ഡിയർ ഫാമിലീസ്, വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ്സസ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മളുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ MS വേർഡിൽ നമുക്ക് എങ്ങനെ ഒരു പേജ് ബോർഡർ സെറ്റ് ചെയ്യാമെന്നാണ് പറയാൻ പോകുന്നത്. അപ്പൊ ഇന്നലെ നമ്മൾ അതിന്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടായിരുന്നു. അപ്പൊ നമ്മുടെ ക്ലാസ്സുകൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് ക്ലാസ്സുകളിൽ പോയി പഠിച്ചിട്ടും പഠിക്കാൻ സാധിക്കാത്തവരെ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇനി പഠിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് മാറ്റി വെച്ചവരാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഈ ഷോർട്ട് വീഡിയോ കണ്ടു കഴിയുമ്പോൾ കുറച്ചുകൂടെ അത് മനസ്സിലാണോന്നില്ല. അപ്പൊ അതിന്റെ ഒരു ലോങ് വീഡിയോ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ എങ്ങനെ നമുക്ക് ഈ ഒരു MS വേർഡിനകത്ത് പേജിന്റെ ബോർഡർ സെറ്റ് ചെയ്യാൻ നോക്കാം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും സെമിനാർസിനും അസൈൻമെന്റും ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇത് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ അത് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു ഫാമിലി. നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം കമ്പ്യൂട്ടർ പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും അങ്ങനെ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. അപ്പോൾ വേറെ വിശേഷമൊന്നുമില്ല, നമുക്കപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. സോ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ നമ്മളുടെ ക്ലാസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു MS വേർഡിലെ ടോപ്പിക്കാണ്. അതായത് എങ്ങനെ നമുക്ക് ഒരു പേജിന് ബോർഡർ സെറ്റ് ചെയ്യാമെന്നാണ് പറയാൻ പോകുന്നത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് ഈ ബോർഡർ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇരിക്കുന്നത് ഡിസൈൻ എന്ന് പറയുന്ന ടാബിലാണ്. അപ്പൊ ഇവിടെ നമ്മൾ MS വേർഡ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിന്റെ മുകളിൽ കുറെ ടാബുകൾ കാണാനായിട്ട് സാധിക്കും. അതായത് ഹോം ടാബ് ഉണ്ട്, ഇൻസേർട്ട് ടാബ് ഉണ്ട്, ഡ്രോ ഉണ്ട്, ഡിസൈൻ ഉണ്ട്, ലേഔട്ട് ഉണ്ട്, അങ്ങനെ നിരവധി ടാബുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് ഈ ഒരു പേജിന് ബോർഡർ സെറ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു ഓപ്ഷൻ കിടക്കുന്നത് ഡിസൈൻ എന്ന് പറയുന്ന ടാബിലാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഡിസൈൻ എന്ന് പറയുന്ന ടാബ് ഓപ്പൺ ചെയ്യണം. അപ്പൊ ഓപ്പൺ ചെയ്യുക എന്ന് പറഞ്ഞാല് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ മൗസ് മൂവ് ചെയ്ത് ഈ ഡിസൈൻ എന്ന് പറയുന്നതിന്റെ ആൽഫബറ്റ് DESIGN, അപ്പൊ ഈ ആൽഫബറ്റിന്റെ എവിടെയെങ്കിലും ഒന്ന് മൗസ് കൊണ്ട് ചുമ്മാ ഇങ്ങനെ ഒന്ന് വെക്കുക. ഒന്നെങ്കിൽ D അല്ലെങ്കിൽ E അല്ലെങ്കിൽ S അല്ലെങ്കിൽ I അല്ലെങ്കിൽ G അല്ലെങ്കിൽ N, നമ്മുടെ ഇഷ്ടമാണ്. അതിന്റെ എവിടെയെങ്കിലും ഒന്ന് മൗസ് ഇങ്ങനെ ചുമ്മാ ഒന്നുകൊണ്ട് വെക്കുക, പോയിന്റ് ചെയ്ത് ഇങ്ങനെ ഒന്ന് വെക്കുക. അതിനുശേഷം ആ ഒരു ടാബിനെ സെലക്ട് ചെയ്യാനായിട്ട് ചെയ്യേണ്ട കാര്യം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സിമ്പിൾ ആണ്, ഒരു പ്രയാസവും ഇല്ല. ഡിസൈൻ എന്ന് പറയുന്നതിന്റെ എവിടെയെങ്കിലും വെക്കുക, ഈ ആൽഫബറ്റിന്റെ എവിടെയെങ്കിലും വെക്കുക, എന്നിട്ട് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഡിസൈൻ എന്ന് പറയുന്ന ആ ഒരു ടാബ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇപ്പോൾ ഡിസൈൻ എന്ന് പറയുന്ന ടാബിന്റെ അടിയിൽ നമുക്ക് കുറെ ഗ്രൂപ്പുകൾ കാണാം. അതായത് ഫസ്റ്റ് ഗ്രൂപ്പിന്റെ പേരാണ് തീംസ് എന്ന് പറയുന്ന ഗ്രൂപ്പ്. നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, ആ ഡിസൈനിന്റെ താഴെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. നമ്മളത് വായിച്ചു നോക്കി സമാധാനമായിട്ടൊന്ന് വായിച്ചു നോക്കി കഴിയുമ്പോൾ നമുക്ക് തന്നെ ഐഡിയ കിട്ടും അതിനകത്ത് ഏത് ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത് എന്ന്. അപ്പൊ ആദ്യം നമ്മളൊന്ന് വായിച്ചു നോക്കുക. ഫസ്റ്റ് ഗ്രൂപ്പിന്റെ പേര് തീംസ് എന്നാണ്. സെക്കൻഡ് ഗ്രൂപ്പിന്റെ പേര് ഡോക്യുമെന്റ് ഫോർമാറ്റിംഗ് എന്നാണ്. അടുത്ത ഗ്രൂപ്പ് കളേഴ്സ് ഉണ്ട്, ഫോൺസ് ഉണ്ട്, പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പേജ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട്. അപ്പൊ ഇതെല്ലാം ഇങ്ങനെ വായിച്ചു വന്നപ്പോഴേ ഈ ഒരു പേജ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നതിലെ അവസാനത്തെ ഓപ്ഷനാണ് പേജ് ബോർഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആവശ്യമുള്ള ആളെ നമ്മൾ തന്നെ കണ്ടെത്തി. പേജ് ബോർഡർ സിമ്പിൾ ആണ്. ഡിസൈൻ എന്ന് പറയുന്ന ടാബ് ഓപ്പൺ ചെയ്യുക. അതിലെ ഏറ്റവും അവസാനത്തെ പേജ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഗ്രൂപ്പില് പേജ് ബോർഡർ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം. പേജ് ബോർഡർ എന്ന് പറയുന്നതിന്റെ എവിടെയെങ്കിലും ഒന്ന് മൗസ് വെക്കുക. നമ്മൾ ആ മൗസ് കൊണ്ട് വെക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതിന്റെ ചുറ്റും ഒരു ബോക്സ് പോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു വലിയൊരു ബോക്സ് പോലെ പേജ് ബോർഡർ എന്ന് പറയുന്ന ഓപ്ഷന്റെ ചുറ്റും നമുക്ക് കാണാം. അതായത് ഒരു ബ്ലൂ കളറിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പൊ എന്റെ സിസ്റ്റത്തിനകത്ത് ഒരു ആഷ് കളറാണ്, അതാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ എടുത്ത് കാണാൻ സാധിക്കാത്തത്. ചിലപ്പോൾ നിങ്ങളുടെ സിസ്റ്റത്തിൽ അതൊരു ബ്ലൂ കളറിൽ എടുത്ത് കാണിക്കും. നമുക്ക് തന്നെ അറിയാൻ പറ്റും അത് കൊണ്ടുവെക്കുമ്പോഴേ. അപ്പൊ ഈ പേജ് ബോർഡർ എന്നുള്ളതിന്റെ എവിടെയെങ്കിലും ഒന്ന് വെക്കുക. എന്നിട്ട് അതിനെ സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കിവിടെ ബോർഡേഴ്സ് ആൻഡ് ഷെയ്ഡിങ് എന്ന് പറഞ്ഞ ഒരു വിൻഡോ, ഒരു പേജ് ഓപ്പൺ ആയി വരും. അപ്പൊ ഈ പേജിൽ നിന്നാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ബോർഡറും ഒക്കെ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇത്രയും ചെയ്ത കാര്യം ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം. ഒരു പ്രയാസവും ഇല്ല, വളരെ സിമ്പിൾ ആണ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഡിസൈൻ എന്ന് പറയുന്ന ടാബിലോട്ട് മൗസ് വെക്കുക. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഡിസൈൻ ടാബ് ഓപ്പൺ ആകും. അതിൽ നിന്നും പേജ് ബോർഡർ എന്നുള്ളതിലോട്ട് മൗസ് വെക്കുക. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ പേജ് ബോർഡർ എന്നുള്ള ആ ഒരു ഓപ്ഷൻ ഓപ്പൺ ആയി വരും. അപ്പൊ നമുക്കിങ്ങനെ ബോർഡേഴ്സ് ആൻഡ് ഷെയ്ഡിങ് എന്ന് പറയുന്ന ഒരു വിൻഡോ
കാണാനായിട്ട് സാധിക്കും. ഇവിടുന്നാണ് നമ്മൾ ബോർഡർ ഒക്കെ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നമ്മൾ ഈ ആവർത്തിച്ച് പറയുന്നതുകൊണ്ട് നിങ്ങൾക്കും യൂസ്ഫുൾ ആണ്. കാരണം സ്കിപ്പ് ചെയ്ത് പോയിട്ട് പുറകോട്ട് പോയി വീണ്ടും കാണണ്ട. നമ്മൾ എത്രത്തോളം കേൾക്കുന്നോ അത്രത്തോളം നമ്മളുടെ മൈൻഡിൽ അതങ്ങ് സെറ്റ് ആയിക്കോളും. അപ്പൊ കേൾക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മൾ അറിയാതെ നമ്മൾ അതങ്ങ് പഠിച്ചു പോയിക്കോളും, എത്രത്തോളം നമ്മളത് കേൾക്കുന്നോ. അപ്പൊ അതുകൊണ്ട് കേൾക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് നോക്കാം എന്താണ് ചെയ്യേണ്ടതെന്ന്. ഈ ബോർഡേഴ്സ് ആൻഡ് ഷെയ്ഡിങ് എന്ന് പറയുന്ന പേജ് വന്നിട്ടുണ്ട്. അപ്പൊ ആ പേജ്, അതിനകത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. വായിച്ചു നോക്കിക്കഴിയുമ്പോൾ ആദ്യത്തെ ഒരു സെക്ഷനിൽ കിടക്കുന്ന സെറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിന്റെ തൊട്ടപ്പുറത്ത് സ്റ്റൈൽസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു കളർ ഉണ്ട്, വിഡ്ത്ത് ഉണ്ട്, ആർട്ട് ഉണ്ട്, അതുപോലെ തന്നെ അപ്ലൈ ടു എന്ന് പറയുന്ന കാര്യമുണ്ട്. പിന്നെ ഇവിടെ സൈഡിൽ ഒരു പ്രിവ്യൂ എന്ന് പറയുന്ന ഒരു സെക്ഷനും ഉണ്ട്. അപ്പൊ അതെന്താണ് എന്ന് പറഞ്ഞാല്, സെറ്റിംഗ്സ് എന്ന് പറയുന്നതിൽ നിന്നും ആദ്യത്തെ ഓപ്ഷൻ നോക്കുവാണെങ്കിൽ നമുക്ക് നൺ എന്ന് കാണാം. അതായത് ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബോർഡർ ഒന്നും ഇല്ല. ഇനി ഇപ്പൊ രണ്ടാമത്തെ ഓപ്ഷൻ നോക്കുവാണെങ്കിൽ ബോക്സ് എന്നാണ്. അപ്പൊ ഇത് ചൂസ് ചെയ്ത് കഴിഞ്ഞാല് ഈ ബോക്സ് പോലെ, അതായത് ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ആയിരിക്കും നമുക്ക് ബോർഡർ കിട്ടുന്നത്. അപ്പൊ ഈ ബോക്സ് എന്ന് പറയുന്ന ഇതിലോട്ട് മൗസ് വെക്കുക. അതിനുശേഷം അതിനെ സെലക്ട് ചെയ്യാനായിട്ട്, നമുക്ക് അത് മതി എന്നുണ്ടെങ്കിൽ അതിനെ സെലക്ട് ചെയ്യാനായിട്ട് ഇതിന്റെ എവിടെയെങ്കിലും ഒന്ന് വെക്കുക. എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ പ്രിവ്യൂ എന്ന് പറയുന്ന ഈ ഒരു സ്പേസിൽ നമ്മൾ ഈ ബോക്സ് എന്നുള്ളത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന് ഒരു പ്രിവ്യൂ കാണാൻ പറ്റും. ഇത് ചൂസ് ചെയ്താൽ എങ്ങനെയായിരിക്കും എന്ന്. അപ്പൊ അതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഈ ബോർഡറിന്റെ തിക്നെസ് ഒക്കെ ഇത്രേ കാണത്തുള്ളൂ, ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. ഇനി തൊട്ട് താഴെ ഷാഡോ എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്, അതായത് പടത്തിൽ കാണുന്ന പോലെ. അതുപോലെ 3D, ദെൻ കസ്റ്റമർ. അപ്പൊ ഈ കാണുന്നതിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള സെറ്റിംഗ്സിൽ നിന്നും നമുക്ക് ഏതാണ് വേണ്ടത് എന്നുള്ളത് ചൂസ് ചെയ്യുക. ഇപ്പൊ ഞാൻ ഇവിടെ ചൂസ് ചെയ്യാൻ പോകുന്നത് ഈ ബോക്സ് എന്ന് പറയുന്നതാണ്. ചുമ്മാ ഈ ബോക്സ് എന്ന് പറയുന്നതൊന്ന് സെലക്ട് ചെയ്തു. അപ്പൊ ഈ സെറ്റിംഗ്സ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നതിൽ നിന്ന് നമുക്ക് ഏതാണോ വേണ്ടത് ആ ഒരു ഓപ്ഷൻസ് ചൂസ് ചെയ്യുക. നൺ എന്നുള്ളത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബോർഡർ ഇല്ല. അപ്പൊ അതിന് താഴെയുള്ള ബോക്സ്, ഷാഡോ, 3D, കസ്റ്റം, ഇതിനകത്ത് ഏതെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. എന്നിട്ട് തൊട്ടപ്പുറത്ത് നോക്കുവാണെങ്കിൽ സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഈ സ്റ്റൈൽ എന്ന് പറയുന്നതിൽ നമ്മൾ നോക്കിയപ്പോൾ ഇവിടെ കുറെ വരകളാണ് കാണുന്നത്, ലൈൻസ്, അതായത് ഡോട്ടർ ലൈൻസ്, അതുപോലെ തന്നെ സ്ട്രെയിറ്റ് ലൈന്, അങ്ങനെ കുറെ ലൈൻസ് ഉണ്ട്. അപ്പം ഈ ലൈൻസിൽ ഏതാണ് നമുക്ക് ഈ ഒരു ബോർഡറിന് വേണ്ട ലൈൻ എന്നുള്ളത് ഇവിടെ നിന്ന് ചൂസ് ചെയ്യാം. ഇപ്പൊ ഇവിടെ നമുക്ക് 5 എണ്ണേ കാണത്തുള്ളൂ, പക്ഷെ 5 എണ്ണമല്ല, താഴോട്ട് കിടപ്പുണ്ട്. അപ്പൊ താഴോട്ടുള്ള ബാക്കി ലൈൻസ് എല്ലാം കാണണമെങ്കിൽ ഈ സ്റ്റൈൽസ് എന്ന് പറയുന്ന ഈ പേജിന്റെ സൈഡിൽ ഒരു മൗസ് നമ്മളിങ്ങനെ താഴോട്ട് കൊണ്ടുവരുമ്പം ഒരു താഴോട്ടൊരു ഡൗൺ ആരോ, ഡ്രോപ്പ് ഡൗൺ ആരോ കാണാം. അതുപോലെ തന്നെ മുകളിലോട്ടൊരു അപ്പ് ആരോയും കാണാം. അപ്പൊ ഇത് താഴോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ടുള്ള ഓപ്ഷൻസ് എല്ലാം ഇങ്ങനെ കാണാം. മുകളിലോട്ടുള്ളത് ക്ലിക്ക് ചെയ്താൽ മുകളിലോട്ടുള്ളതും കാണാം. അല്ലെങ്കിൽ ഈ സൈഡിൽ കാണുന്ന ഈ സ്ക്രോൾ വീലിലോട്ട് മൗസ് ഇങ്ങനെ വെക്കുക. എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് മുകളിലോട്ട് പോകണമെങ്കിൽ മുകളിലോട്ട് മൗസ് മൂവ് ചെയ്യുക, താഴോട്ട് വരണമെങ്കിൽ താഴോട്ട് മൂവ് ചെയ്യുക. അപ്പൊ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു ഡ്രോപ്പ് ഡൗൺ ആരോ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പല ടൈപ്പിലുള്ള ലൈൻസ് ഇങ്ങനെ കാണാം. അപ്പൊ ഇതിൽ ഓരോന്നും നമ്മളിങ്ങനെ ചൂസ് ചെയ്യുന്ന അനുസരിച്ച് ആ ലൈൻ ചൂസ് ചെയ്താൽ എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് ഒരു പ്രിവ്യൂ ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള ലൈൻ ചൂസ് ചെയ്യാനായിട്ട് ആ ലൈനിലോട്ട് ഇങ്ങനെ മൗസ് വെക്കുക. അതിന്റെ എവിടെയെങ്കിലും വെച്ചാൽ മതി. അപ്പൊ ഈ ലൈൻസ് ഇത്രയും ലെങ്ത് ഉണ്ട്, അപ്പൊ ഇതിന്റെ എവിടെയെങ്കിലും വെക്കുക. എന്നിട്ട് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഈ സ്റ്റൈൽ എന്ന് പറയുന്ന ഈ ഒരു പോർഷനിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള ലൈൻസ് നമ്മൾ ചൂസ് ചെയ്യുവാണ്. അതായത് ഈ ബോർഡർ ലൈൻ എങ്ങനെ വേണം, കട്ടിയുള്ളത് വേണോ, കട്ടി കുറഞ്ഞത് വേണോ, ഡോട്ടർ ലൈൻസ് വേണോ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ലൈൻസ് നമുക്ക് ഇവിടുന്ന് ചൂസ് ചെയ്യാം. ഇനി അതിന്റെ തൊട്ട് താഴോട്ട് നോക്കുവാണെങ്കിൽ കളർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഈ കളർ എന്നുള്ളതിൽ കിടക്കുന്നത് ഓട്ടോമാറ്റിക് എന്നാണ്. അതായത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിന് കിട്ടുന്ന കളർ ബ്ലാക്ക് ആണ്. അതായത് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന ഈ ഒരു ബോർഡറിന് കിട്ടുന്നത് ബ്ലാക്ക് കളറാണ്. അത് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് കളർ മാറ്റി കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ നമ്മുടെ ഇഷ്ടത്തിനുള്ള കളർ നമുക്ക് കൊടുക്കാനായിട്ട് ചെയ്യേണ്ട കാര്യം, ഈ കളർ എന്ന് പറയുന്ന ഇതിന്റെ എവിടെയെങ്കിലും മൗസ് വെക്കുക. എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതായത് കളർ എന്ന് പറയുന്നത് ഇത്രയും ലെങ്ത് ഉണ്ട്, അപ്പൊ ഇതിന്റെ എവിടെയെങ്കിലും വെക്കുക. എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് കളേഴ്സ് ഉള്ള ഒരു പേജ് ഇങ്ങനെ കാണാം, തീം കളേഴ്സ് എന്ന് പറഞ്ഞ്. അപ്പൊ ഈ മുകളിൽ കാണുന്ന കളേഴ്സ്, താഴെ കാണുന്ന കളേഴ്സ്, അല്ലെങ്കിൽ മോർ കളേഴ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് ഇല്ലാത്ത കുറെ കളേഴ്സിന്റെ കോമ്പിനേഷൻ നമുക്ക് കാണാം. അപ്പം കളേഴ്സ് എന്ന് പറയുന്നതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള കളർ ഇങ്ങനെ ചൂസ് ചെയ്യാം. അപ്പൊ നമ്മളൊരു കളർ ചൂസ് ചെയ്യുമ്പോൾ
ആ കളറിലായിരിക്കും ബോർഡർ വരുന്നത്. അത് നമുക്ക് ഇവിടെ പ്രിവ്യൂ ആയിട്ട് കാണാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കളർ ഇവിടുന്ന് ചൂസ് ചെയ്യുക. അപ്പം കളറായി, സ്റ്റൈലായി, സെറ്റിംഗ്സ് ആയി. ഇനി തൊട്ട് താഴെ വിഡ്ത്ത് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മുടെ ഈ ഒരു ലൈൻസിന്റെ കട്ടി നമുക്ക് കൂട്ടണോ എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് 3 PT ഉണ്ട്, 1.5 PT ഉണ്ട്, അതുപോലെ തന്നെ നിരവധി ഓപ്ഷൻസ് നമുക്ക് ഇവിടെ കാണാം. അങ്ങനെ 6 PT വരെ ഉണ്ട്. അപ്പൊ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള കട്ടി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ചൂസ് ചെയ്യാം. അതായത് ഈ വിഡ്ത്ത് എന്നുള്ള ഈ ഓപ്ഷന്റെ എവിടെയെങ്കിലും ഇങ്ങനെ ഒന്ന് വെക്കുക. എന്നിട്ട് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള ഈ ഒരു ലൈൻസ് ചൂസ് ചെയ്യുക. ഇനിയും തൊട്ടു താഴെ ആർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടെ കാണാം. ആർട്ട്. അപ്പൊ നമുക്ക് ഈ ഒരു ആർട്ട് എന്ന് പറയുന്നത് സെലക്ട് ചെയ്യാനായിട്ട് ഇതിന്റെ എവിടെയെങ്കിലും ഒന്ന് മൗസ് വെക്കുക. എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കുറെ ചിത്രങ്ങൾ, ഇമേജസ് ആണ് നമുക്ക് ഇവിടെ കാണുന്നത്. ഒരുപാട് ഇമേജസ് ഉണ്ട്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു 5 ഇമേജസ് ആണ് കാണുന്നത്. അതിന്റെ താഴോട്ട് മൗസ് വെച്ചാൽ ഒരു ഡ്രോപ്പ് ഡൗൺ ആരോ കാണാം. അതിങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ താഴോട്ട് ബാക്കിയുള്ള എല്ലാ ചിത്രങ്ങളും കാണാം. അപ്പൊ നമ്മൾ ചൂസ് ചെയ്യുന്ന ചിത്രം അനുസരിച്ചായിരിക്കും ബോർഡർ വരുന്നത്. ആ ലൈൻസ് എല്ലാം മാറി നമുക്ക് ചിത്രം കൊടുക്കണമെങ്കിൽ ഇതിൽ ചിത്രങ്ങൾ ചൂസ് ചെയ്യാം. അപ്പൊ ഇതിന്റെ ഒരു പ്രിവ്യൂ നമുക്ക് ആ സൈഡിൽ കാണാം. ഈ ഒരു ചിത്രം ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന്. ഇനി നമുക്ക് ഇതിനകത്ത് ഈ ഒരു ഇമേജസ് ഒന്നും വേണ്ട, നമുക്ക് ആ ലൈൻസ് മാത്രം മതിയെങ്കിൽ അത് നൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആദ്യം കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ആർട്ട് അതിൽ നിന്നും പോകും. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഇതിനകത്ത് ചൂസ് ചെയ്യാം, കളർ കൊടുക്കാം. ദെൻ ഇവിടെ അപ്ലൈ ടു എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പം ഹോൾ ഡോക്യുമെന്റ്, ദിസ് സെക്ഷൻ ഫസ്റ്റ് പേജ് ഉള്ളി, ദിസ് സെക്ഷൻ ഓൾ എക്സെപ്റ്റ് ഫസ്റ്റ് പേജ്. അതായത് നമ്മുടെ ആവശ്യം ഡോക്യുമെന്റിന് മൊത്തം ബോർഡർ വേണോ, അതോ ഈ ഒരു പേജിന് മാത്രം വേണോ, അല്ലെങ്കിൽ ഫസ്റ്റ് പേജിന് മാത്രം വേണോ, അല്ലെങ്കിൽ ഫസ്റ്റ് പേജ് ഒഴികെ ബാക്കിയുള്ള എല്ലാ പേജിനും ബോർഡർ വേണോ. അതായത് നമ്മളൊരു സെമിനാർ ഒക്കെ തയ്യാറാക്കുവാണെങ്കിൽ അപ്പൊ ഇതിൽ നമുക്ക് ആവശ്യമുള്ള ഇത് ഏതാണോ അതിങ്ങനെ ചൂസ് ചെയ്യുക. അപ്പൊ ഹോൾ ഡോക്യുമെന്റ്, നമ്മുടെ ഡോക്യുമെന്റിലുള്ള എല്ലാ 10 പേജ് ഉണ്ടെങ്കിൽ 10 പേജിനും ബോർഡർ വേണമെങ്കിൽ ഹോൾ ഡോക്യുമെന്റ് ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു പേജിന് മാത്രം മതിയെങ്കിൽ ദിസ് സെക്ഷൻ ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഫസ്റ്റ് പേജിന് മാത്രം മതിയെങ്കിൽ മൂന്നാമത്തെ ഓപ്ഷൻ. ഇനി ഫസ്റ്റ് പേജ് ഒഴികെ ബാക്കിയുള്ള എല്ലാത്തിനും വേണമെങ്കിൽ ഏറ്റവും അവസാനത്തേത് ചൂസ് ചെയ്യാം. അപ്പൊ നമ്മുടെ ആവശ്യം അനുസരിച്ച് ഇതിൽ നിന്നും ഏതാന്ന് വെച്ചാൽ ചൂസ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ അപ്ലൈ ആയി ഒരു ബോർഡർ വരാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഈ ഒരു ഓക്കെ എന്ന് പറയുന്ന ബട്ടണിലോട്ട് കൊണ്ടുവെക്കുക. എന്നിട്ട് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മുടെ ആ ഒരു പേജിന് ഇവിടെ ബോർഡർ വന്നിട്ടുണ്ട്. അപ്പൊ ഇത് ഞാൻ ജസ്റ്റ് ഒരു ബ്ലാങ്ക് പേജ് എടുത്ത് കാണിച്ചതാണ്. അപ്പൊ നമുക്ക് സെമിനാറോ അസൈൻമെന്റോ നമ്മുടെ ഡോക്യുമെന്റ്സ് ഒക്കെ തയ്യാറാക്കുമ്പോൾ ബോർഡർ ആവശ്യമാണെങ്കിൽ ഇങ്ങനെ നമുക്ക് എളുപ്പം തന്നെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള വലുപ്പത്തിലും കളറിലും വിട്ടിലും ഒക്കെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പൊ ജസ്റ്റ് ഒന്നുകൂടെ കാണിച്ചു തരാം. ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ സിമ്പിൾ ആണ്, ഒരു പ്രയാസവും ഇല്ല. നമുക്ക് ബോർഡർ സെറ്റ് ചെയ്യാനായിട്ട് ഡിസൈൻ ടാബ് ചൂസ് ചെയ്യുക. അതിൽ നിന്നും പേജ് ബോർഡർ എടുക്കുക. ബോർഡേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ബോർഡേഴ്സ് ആൻഡ് ഷെയ്ഡിങ് എന്ന് പറയുന്ന ഈ ഒരു പേജിലെ സെറ്റിംഗ്സിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഒരു മോഡൽ, ബോക്സ് വേണോ, ഷാഡോ വേണോ, 3D വേണോ, കസ്റ്റം വേണോ, നമ്മുടെ ഇഷ്ടമാണ്. നമുക്ക് ഇതിൽ ഏതാന്ന് വെച്ചാല് ചൂസ് ചെയ്യാം. സ്റ്റൈൽസിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള ലൈൻസ്, ഏത് തരത്തിലുള്ള വരയാണ് നമുക്ക് വേണ്ടത് അത് ചൂസ് ചെയ്യാം. എന്നിട്ട് കളറ് നമുക്ക് ഇഷ്ടമുള്ള കളർ ഇവിടെ നിന്ന് ചൂസ് ചെയ്യാം. അതിനുശേഷം വിഡ്ത്ത് എന്ന് പറയുന്നതിൽ നിന്നും നമ്മുടെ ആ ഒരു ബോർഡർ ലൈന്റെ കട്ടി നമുക്ക് 6 PT വരെ കൂട്ടാം. അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചൂസ് ചെയ്യുക. ഇനിയും ആർട്ട് എന്തെങ്കിലും വേണം, ഈ ഒരു ബോർഡർ വരയ്ക്ക് പകരം എന്തെങ്കിലും ചിത്രങ്ങളാ വേണ്ടതെങ്കിൽ ഇവിടുന്ന് ആർട്ട് ചൂസ് ചെയ്യുക. അല്ലെങ്കിൽ അപ്ലൈ ടൂവിൽ നിന്നും നമുക്ക് ഈ ബോർഡർ എവിടെയൊക്കെ കൊടുക്കണമെന്നുള്ളത് ചൂസ് ചെയ്യുക. ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ചൂസ് ചെയ്ത ഒരു ബോർഡർ ഇവിടെ വരും. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇതൊക്കെ പറയാൻ 1 മിനിറ്റിന്റെ ആവശ്യം പോലും ഇല്ല. പക്ഷെ നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ക്ലാസ്സിൽ പോയി പഠിച്ചിട്ടും മനസ്സിലാക്കാത്തവർ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇനി കമ്പ്യൂട്ടർ പഠിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് മാറ്റി വെച്ചവരെ, കുറച്ച് ഏജ് ആയതിനു ശേഷം വീട്ടിലൊക്കെ ഇരിക്കുന്ന സമയത്ത് കമ്പ്യൂട്ടറൊക്കെ ഒന്ന് പഠിക്കാമെന്ന് വിചാരിക്കുന്നവരെ, അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവരെ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത്. അപ്പൊ അതുകൊണ്ടാണ് കുറച്ച് സമയമെടുത്ത്, ശരിക്കും നമുക്ക് 1 മിനിറ്റ് പറഞ്ഞു തീർക്കേണ്ട കാര്യമാണ്. പക്ഷെ നമ്മുടെ വ്യൂവേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത്രയും സമയം എടുത്ത് പറയുന്നത്. അതായത് പെട്ടെന്ന് മനസ്സിലാകാത്തവർക്കും ഒക്കെ വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും ക്ലാസ്സുകൾ കണ്ടു നോക്കുക. ഇനി ഞങ്ങൾക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് മാറ്റി വെച്ചവർക്ക് തീർച്ചയായിട്ടും നമ്മുടെ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ പഠിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ക്ലാസ്സുകൾ ആവർത്തിച്ച് 2-3 തവണയൊന്ന് ചെയ്ത് കണ്ടു കഴിഞ്ഞിട്ട്
സിസ്റ്റം അവൈലബിൾ ആയിട്ടുള്ളവർ ജസ്റ്റ് ഒന്ന് ചെയ്യാൻ നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. എന്നിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ സാധിച്ചു, നിങ്ങൾക്കത് എളുപ്പമായി എന്നൂടെ പറയുക. നാളെ ഇപ്പൊ നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി.